ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ദുബൈയിലെ താമസക്കാർക്ക് പ്രതിമാസ വാട്ടർ ബിൽ പതിവിലും കൂടുതലാണെന്ന് പരാതിയുണ്ടെങ്കിൽ വീടുകളിൽ എവിടെയെങ്കിലും ചോർച്ചയുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് ദുബൈ ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റിയുടെ നിർദ്ദേശം. ഇതിനായി വീട്ടിലെ എല്ലാ പൈപ്പുകളും ടാപ്പുകളും കുറച്ചുനേരം അടച്ചിട്ടതിന് ശേഷം വീട്ടിലെ വാട്ടർ മീറ്റർ പരിശോധിച്ച് അത് റൺ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. മീറ്റർ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ വീട്ടിൽ എവിടെയോ ചോർച്ചയുണ്ട് എന്നാണ് അർത്ഥം. വർഷത്തിൽ 2 തവണയെങ്കിലും ഈ രീതിയിൽ ലീക്ക് ടെസ്റ്റ് നടത്തണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. അമിതമായ ജല ഉപയോഗം തടയാൻ ഹൈ വാട്ടർ യൂസേജ് അലേർട്ട് സേവനം ഉൾപ്പെടെ തങ്ങളുടെ ജല ഉപഭോഗം കാര്യക്ഷമമായി നിരീക്ഷിക്കാനും നിയന്ത്രിക്കാനും ഉപഭോക്താക്കളെ പ്രാപ്തരാക്കുന്ന ഡിജിറ്റൽ സേവനങ്ങൾ ദേവ നൽകുന്നുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി. ഒമാനിലെ ആദ്യത്തെ കാറ്റാടി പദ്ധതിയായ ധോഫർ വിൻഡ് പവർ 5 വർഷം പൂർത്തിയാകുന്നു. അടുത്ത മാസത്തോടെ 5 വർഷം പൂർത്തിയാകുന്ന പദ്ധതി വൈദ്യുതി ഉൽപ്പാദന രംഗത്ത് നാഴികക്കല്ലായി മാറുകയാണ്. 50 മെഗാവാട്ട് ഉൽപ്പാദനക്ഷമതയുള്ള കാറ്റാടി പദ്ധതിയിൽ നിന്നും ഏകദേശം 5,22,423 മെഗാ അവർ വൈദ്യുതിയാണ് ഉൽപ്പാദിപ്പിച്ചത്. ഈ മികച്ച വൈദ്യുതി ഉൽപ്പാദനം കാറ്റാടി യന്ത്ര പദ്ധതിയുടെ ഉൽപ്പാദനക്ഷമത മാത്രമല്ല, ഇത്തരം രൂപത്തിലുള്ള വൈദ്യുതി പദ്ധതിയുടെ സാധ്യത കൂടി വ്യക്തമാക്കുന്നതാണ്. ഈ പദ്ധതിയുടെ സാങ്കേതിക മികവും പ്രവർത്തനത്തിലുള്ള കാര്യക്ഷമതയുമാണ് ഈ ഉയർന്ന അളവിലുള്ള വൈദ്യുതി ഉൽപ്പാദനം തെളിയിക്കുന്നത്. ഇത്തരം പുനരുൽപ്പാദന വൈദ്യുതി പദ്ധതി പരിസ്ഥിതിയെ ബാധിക്കാത്ത രീതിയിൽ എങ്ങനെ നടപ്പിലാക്കുമെന്നതിൻ്റെ തെളിവ് കൂടിയാണ് ധോഫർ വിൻഡ് പദ്ധതിയെന്നും വിദഗ്ധർ സൂചിപ്പിക്കുന്നു. ഇസ്രായേൽ ക്രൂരത തുടരുന്ന ഗാസയിലെ ജനങ്ങൾക്ക് സേവനവും സാന്ത്വനവും പകർന്ന് ഒമാൻ ഡോക്ടർ മസ്കറ്റിൽ തിരിച്ചെത്തി. സുൽത്താൻ ഖാബൂസ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിലെ ട്രോമ ആൻഡ് ജനറൽ സർജറിയിലെ സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ഹാനി അൽ ഖാദിയാണ് ജൂൺ 12 മുതൽ ജൂലൈ 7 വരെയുള്ള കാലയളവിൽ ഗാസയിൽ സേവനമനുഷ്ഠിച്ചത്. വടക്കൻ ഗാസയിലേക്കുള്ള പ്രതിനിധി സംഘത്തിന്റെ ഭാഗമായിരുന്നു പ്രവർത്തിച്ചത്. 3 ആഴ്ചക്കിടെ 150 സങ്കീർണമായ ശസ്ത്രക്രിയകളാണ് നടത്തിയത്. വടക്കൻ ഗാസയിലെ സഹോദരി സഹോദരന്മാരെ അവരുടെ ഏറ്റവും വിഷമകരവും വെല്ലുവിളി നിറഞ്ഞതുമായ നിമിഷങ്ങൾ പങ്കിട്ടതിനു ശേഷമുള്ള വേർപിരിയൽ വളരെ വേദനാജനകമായിരുന്നു എന്നും ഡോക്ടർ ഖാദി അറിയിച്ചു. രാജ്യത്തെ 3 ഗവർണറേറ്റുകളിൽ ഇന്ന് ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത. നോർത്ത് ഷർക്കിയ, ദാഹിറ, ദാഖ്ലിയ എന്നീ ഗവർണറേറ്റുകളിലാണ് ഉച്ച മുതൽ അർദ്ധരാത്രി വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത. പർവ്വത പ്രദേശങ്ങളിലും മരുഭൂമി പ്രദേശങ്ങളിലുമാണ് മഴയുണ്ടാവുക. ഇടിമിന്നലിനോടൊപ്പം കാറ്റും ആലിപ്പഴ വർഷവും ഉണ്ടായേക്കാം. 10 മുതൽ 35 മില്ലിമീറ്റർ വരെ മഴയാണ് പ്രതീക്ഷിക്കുന്നത്. ഒമാനിലെ വായു ഗുണനിലവാരം പരിശോധിക്കാൻ വെബ്സൈറ്റുമായി പരിസ്ഥിതി അതോറിറ്റി. വിവിധ പ്രദേശങ്ങളിലെ വായുവിൻ്റെ ഗുണനിലവാരത്തെക്കുറിച്ചുള്ള പുതുക്കിയതും കൃത്യവുമായ വിവരങ്ങൾ നൽകുന്ന നൂതന പ്ലാറ്റ്ഫോം പൊതു ഉപയോഗത്തിന് ലഭ്യമാക്കി. പരിസ്ഥിതി അവബോധം വർദ്ധിപ്പിക്കുകയും വ്യക്തികളെ അവരവരുടെയും കുടുംബങ്ങളുടെയും ആരോഗ്യം സംരക്ഷിക്കുന്നതിന് അനുയോജ്യമായ തീരുമാനങ്ങൾ എടുക്കാൻ പ്രാപ്തരാക്കുകയും ചെയ്യുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യമെന്ന് അതോറിറ്റി നടത്തിയ പ്രഖ്യാപനത്തിൽ അറിയിച്ചു. വായു ഗുണനിലവാരത്തെക്കുറിച്ചുള്ള തത്സമയ ഡാറ്റ നൽകുന്നതിലൂടെ പരിസ്ഥിതി സാഹചര്യങ്ങൾ നിരീക്ഷിക്കാനും പ്രതികരിക്കാനുമുള്ള വിലപ്പെട്ട ഇടമായി ഈ പ്ലാറ്റ്ഫോം സമൂഹത്തിന് ഉപകാരപ്പെടും. വെബ്സൈറ്റ് ഉപയോഗപ്പെടുത്താനും ലഭ്യമായ ഡാറ്റ പ്രയോജനപ്പെടുത്തി നല്ല ജീവിതശൈലി തിരഞ്ഞെടുക്കാനും പരിസ്ഥിതി അതോറിറ്റി എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുന്നു. കൂടാതെ തുടർച്ചയായ അപ്ഡേറ്റുകൾക്കായി പ്ലാറ്റ്ഫോം പിന്തുടരാനും വൃത്തിയുള്ളതും ആരോഗ്യകരവുമായ ഒമാൻ കെട്ടിപ്പടുക്കുന്നതിനുള്ള നിരന്തരമായ ശ്രമങ്ങളിൽ പങ്കെടുക്കാനും അതോറിറ്റി പൊതുജനങ്ങളെ ക്ഷണിച്ചു. 2024 ലോകത്തിലെ ഏറ്റവും മികച്ചതും മോശവുമായ വിമാനത്താവളങ്ങളുടെ പട്ടിക എയർ ഹെൽപ്പ് പുറത്തിറക്കി. വിമാനയാത്രക്കാർക്ക് അവരുടെ ഫ്ലൈറ്റ് റദ്ദാക്കപ്പെടുകയോ വൈകുകയോ ഓവർബുക്ക് ചെയ്യുകയോ ചെയ്യുമ്പോൾ വിമാന കമ്പനികളിൽ നിന്നും നഷ്ടപരിഹാരം നേടാൻ സഹായം നൽകുന്ന കമ്പനിയാണ് എയർ ഹെൽപ്പ്. യാത്രക്കാരുടെ അനുഭവങ്ങൾ, സമയപാലനം, ഭക്ഷണപാനീയ സൗകര്യങ്ങൾ, ഷോപ്പിംഗ് സൗകര്യങ്ങൾ എന്നിവയെല്ലാം അടിസ്ഥാനമാക്കിയാണ് കമ്പനി പട്ടിക തയ്യാറാക്കിയത്. 239 വിമാനത്താവളങ്ങളെ പരിഗണിച്ചാണ് പഠനം നടത്തിയത്. 2023 മെയ് 1 മുതൽ 2024 ഏപ്രിൽ 30 വരെയുള്ള കാലയളവിൽ 64 രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാരിൽ നിന്നും നടത്തിയ സർവേയിലൂടെയാണ് 17,550 റേറ്റിംഗ്സ് ശേഖരിച്ചത്. ഈ വർഷം 1-ാം സ്ഥാനം കരസ്ഥമാക്കിയത് ഖത്തറിലെ ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. സൗദി അറേബ്യയിലെ റോഡുകൾ സന്ധിക്കുന്ന കവലകളിൽ വാഹനാപകടങ്ങൾ കാര്യമായി കുറഞ്ഞതായി റിപ്പോർട്ട്.
92% വരെയാണ് ഇങ്ങനെ കുറവ് വന്നതെന്ന് റോഡ് അതോറിറ്റി വ്യക്തമാക്കി. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള 149 റോഡ് കവലകളിൽ സൗരോർജ്ജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന വിളക്കുകൾ സ്ഥാപിച്ചതിന്റെ ഫലമായാണിത്. സൗദി അറേബ്യയിൽ എയർ ടാക്സികൾക്ക് അനുമതി. ഇതിനായി ജർമ്മൻ കമ്പനിയായ ലിലിയം എൻവിയുമായി എയർ ടാക്സി ഓപ്പറേറ്റിംഗിനായി സൗദി ഗ്രൂപ്പ് അന്തിമ കരാർ ഒപ്പിടാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. എയർ ടാക്സികൾ വാങ്ങുന്നതിനും രാജ്യത്തുടനീളം ഇവയുടെ വ്യോമഗതാഗത ശൃംഖല വികസിപ്പിക്കുന്നതിനും സൗദിയ ഗ്രൂപ്പ് 2022 ഒക്ടോബറിലായിരുന്നു പ്രാഥമിക ധാരണാപത്രം ഒപ്പുവെച്ചത്. ഇതനുസരിച്ച് നിർമ്മിച്ച എയർ ടാക്സികൾ രാജ്യത്തെത്തുന്നതിനുള്ള പർച്ചേസിംഗ് ഓർഡറാക്കി മാറ്റാനുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ദുബൈയിൽ ഇനി മുതൽ ഡ്രൈവിംഗ് ലൈസൻസ് നഷ്ടപ്പെടുകയോ നശിച്ചു പോവുകയോ ചെയ്താൽ കാർഡ് റീപ്ലേസ് ചെയ്യുന്നതിന് അനായാസം അപേക്ഷിക്കാം. 21 വയസ്സിന് താഴെയുള്ള വ്യക്തികൾക്കാണെങ്കിൽ കാർഡ് റീപ്ലേസ്മെന്റിനായി 100 ദിർഹമാണ് സർവീസ് ഫീ ആയി നൽകേണ്ടത്. 21 വയസ്സോ അതിനു മുകളിലോ പ്രായമുള്ള വ്യക്തികളുടെ സർവീസ് ഫീസ് 300 ദിർഹമാണ്. ഇതിനു പുറമെ എല്ലാവരും 20 ദിർഹം നോളജ് ആൻഡ് ഇന്നൊവേഷൻ ഫീ ആയും നൽകണം. കാർഡ് സ്റ്റാൻഡേർഡ് ഡെലിവറി സർവീസ് പ്രകാരം ലഭിക്കുന്നതിന് ഫീ 20 ദിർഹവും ഒരു ദിവസത്തിനുള്ളിൽ ലഭിക്കുന്നതിന് 35 ദിർഹവുമാണ് ഫീസ്. അതേസമയം കാർഡ് എത്രയും പെട്ടെന്ന് ലഭിക്കണമെങ്കിൽ പ്രീമിയം സർവീസിന്റെ ഭാഗമായി 2 മണിക്കൂറിനുള്ളിൽ കാർഡ് കയ്യിലെത്താൻ 50 ദിർഹം ഡെലിവറി ഫീ ആയി നൽകിയാൽ മതി. കാർഡ് റീപ്ലേസ്മെന്റിനായി അപേക്ഷിക്കുന്ന സമയത്ത് വിദേശത്താണെങ്കിൽ ലോകത്തെവിടേക്ക് വേണമെങ്കിലും ലൈസൻസ് എത്താൻ അന്താരാഷ്ട്ര ഡെലിവറി ഫീസായി 50 ദിർഹം നൽകാം. ഖത്തറിലെത്തുന്ന ഇന്ത്യൻ സന്ദർശകർക്ക് ഇനി എളുപ്പത്തിൽ UPI പേയ്മെന്റ് നടത്താം. ഇതുമായി ബന്ധപ്പെട്ട് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ അന്താരാഷ്ട്ര വിഭാഗമായ NPCI ഇന്റർനാഷണൽ പേയ്മെന്റ് ലിമിറ്റഡ് ഖത്തർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മിഡിൽ ഈസ്റ്റിലെയും ആഫ്രിക്കയിലെയും ഏറ്റവും വലിയ ധനകാര്യ സ്ഥാപനമായ QNBയുമായി UPI സംവിധാനം ആരംഭിക്കുന്നതിന് കരാർ ഒപ്പുവെച്ചു. QR കോഡ് അധിഷ്ഠിത UPI പേയ്മെന്റ് സംവിധാനമാണ് ഖത്തറിൽ ഒരുക്കിയിരിക്കുന്നത്. QNB മർച്ചന്റ് നെറ്റ്വർക്ക് വഴി ഖത്തറിൽ UPI പേയ്മെന്റ് നടത്താൻ കഴിയുന്ന തരത്തിലാണ് സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. ഖത്തർ സന്ദർശിക്കുകയും ഖത്തറിലൂടെ കടന്നു പോകുകയും ചെയ്യുന്ന ഇന്ത്യൻ യാത്രക്കാർക്ക് ഇതിന്റെ പ്രയോജനം ലഭ്യമാകും. തെക്കൻ ഷെർക്കിയ ഗവർണറേറ്റിലെ ജാലാൻ ബനി ബു ഹസൻ വിലായത്തിൽ തബ്സീർ ഉത്സവത്തിന് തുടക്കം. ഈത്തപ്പഴ വിളവെടുപ്പാണിത്. കൃഷി, ഫിഷറീസ്, ജല വിഭവ വകുപ്പിന്റെ നേതൃത്വത്തിൽ ജാലാൻ ബനി ബു ഹസൻ വാലി മുഹമ്മദ് ബിൻ അലി അക്കാക്കിന്റെ മേൽനോട്ടത്തിലാണ് വിളവെടുപ്പ് നടത്തിയത്. നിരവധി ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. ഒമാന്റെ വിവിധ ഗവർണറേറ്റുകളിൽ ജൂൺ അവസാനം മുതൽ ജൂലൈ അവസാനം വരെയാണ് തബ്സീൽ ഈത്തപ്പഴ വിളവെടുപ്പ് നടക്കാറുള്ളത്. ഉയർന്ന താപനില കാരണം ബുസൂർ ഈത്തപ്പഴമാണ് ഇത്തവണ നേരത്തെ പാകമായത്. ജദാദും പാകമായി തുടങ്ങിയിട്ടുണ്ട്. ഈത്തപ്പഴത്തിന്റെ നിറം മഞ്ഞയാകുന്നത് മുതലാണ് വിളവെടുപ്പ് ആരംഭിക്കുന്നത്. അതേസമയം ഇന്ത്യ, മറ്റ് ഏഷ്യൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിലേക്കാണ് ഇവ വിപണനം ചെയ്യുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളിലും ഈത്തപ്പഴത്തിന് ആവശ്യക്കാർ വർദ്ധിക്കുന്നുണ്ട്. നെതർലാൻഡിൽ ചോക്ലേറ്റ് ഉൽപ്പാദനത്തിന് ഈത്തപ്പഴം വ്യാപകമായി ഉപയോഗിക്കുന്നു.